ഹായ് അസ്സാം വലൈക്കും. ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം, ഇടിയപ്പം, ദോശ, ബ്രെഡ്, ചോറ് എന്നിവയുടെ കൂടെയെല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ ഒരു ഇതുപോലെ നീർദോശയുടെ റെസിപ്പിയും ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് ഇതുപോലെ കഴുകി മുറിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പിൽ വെച്ച് കുക്കർ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏതെണ്ണയായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയായാലും ഓയിലായാലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നന്നായി വഴറ്റണം. എന്നിട്ട് വാടി വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുത്തത്. അതായത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ചേർത്തിട്ടുള്ളത് മസാലപ്പൊടിയായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച ബീഫ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഇത് വേവാൻ ആവശ്യമായ വെള്ളം. ഒരുപാട് വെള്ളമൊന്നും ഇല്ല. നിങ്ങൾക്ക് പിന്നെ ആ വെള്ളം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം. ഞാൻ ചെറിയൊരു വെള്ളം പോലെയാണ് കറി ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചിട്ട് പിന്നെ ഒരു അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാട് വെള്ളമൊന്നുമില്ല. നിങ്ങൾക്ക് ഇനി വെള്ളം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിക്കാം. ഇതിൽ മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായി വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ടേസ്റ്റിയാണ് ഇതുപോലെ തയ്യാറാക്കിയാൽ. ഇനി ഞാനിപ്പോൾ നീർദോശ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് ഞാൻ കുറച്ച് പച്ചരി മിക്സിയുടെ ജാറിലിട്ട്, പച്ചരി മാത്രം കേട്ടോ, അത് അരയാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം മിക്സ് ചെയ്ത് ഇതുപോലെ വെള്ളം പോലെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചില്ലേ ആ ഒരു പരുവത്തിൽ, പിന്നെ കട്ടിയായിട്ടുണ്ടാവാൻ പാടില്ല. ഇത് നീർദോശ എന്ന് പറയുന്നത് തന്നെ നമ്മൾ നല്ല വെള്ളം ഒഴിച്ച് ഇതുപോലെ കട്ടിയില്ലാതെ ഒഴിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒഴിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റാണിത് ബീഫിൻ്റെ കൂടെ, ബീഫ് കൂട്ടി കഴിക്കാനൊക്കെ. എന്നിട്ട് ഇതുപോലെ മൂടി വെക്കണം. ദോശൻ്റെ പോലെ തുറന്ന് വെച്ച് ഇത് വെക്കാൻ പാടില്ല, അത് വെന്ത് കിട്ടില്ല. ഇതുപോലെ മൂടി വെച്ച് വേവിച്ചിട്ട് നമുക്ക് 1 മിനിറ്റ് മൂടി വെച്ചിട്ട് പിന്നെ തുറന്ന് ഇതുപോലെ എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മൾ കുറച്ച് അപ്പം ഇതുപോലെ ചുട്ടിട്ടുണ്ട്, നീർദോശ. ഇപ്പോൾ ബീഫ് സെർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ നീർദോശയും ബീഫുമാണ് കേട്ടോ ഇന്ന് കഴിക്കാൻ ഞങ്ങൾ രാവിലെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.
നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.